1962 വിശുദ്ധ നഗരമായ വത്തിക്കാനിൽ നിന്ന് അസാധാരണ വലിപ്പമുള്ള കുറേ അസ്ഥികൂടങ്ങൾ ലഭിക്കുന്നു. ഇതിൻ്റെ രഹസ്യമന്വേഷിച്ച് 90കളിൽ ഒരു അമേരിക്കൻ ചരിത്രകാരൻ എത്തുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്നതാകട്ടെ 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ആനക്കുട്ടിയുടെ വിസ്മയിപ്പിക്കുന്ന ചരിത്രമാണ്. നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് GR ഇന്ദുഗോപൻ രചിച്ച ആനോ എന്ന നോവലാണ്. DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 699 രൂപയാണ് വില വരുന്നത്. ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് 1511 കാലഘട്ടമാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ വന്ന സമയം 1498 ആദ്യമായി വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തുന്നത്. അവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടം 1511 പോർച്ചുഗീസുകാർക്കെതിരെ നമ്മുടെ കോഴിക്കോട് സാമൂതിരിയുടെ ഒരു പടനീക്കം പോലെയാണ് ആനോ പുറപ്പെടുന്നത്. ആനോ എന്ന് പറയുന്ന ഒരു ആനക്കുട്ടി, ആനോ എന്നല്ല, അവൻ്റെ പേര് കേശവൻ എന്നായിരുന്നു. നിലമ്പൂരിലെ ഒരു കാട്ടിൽ നിന്നാണ് അവനെ പിടിക്കുന്നത്. അവനെ പിടിച്ചിട്ട് മാനുവൽ രാജാവിനെതിരെ ഒരു ചാവേർ എന്ന് പറയുന്നത് ആനോയുടെ പാപ്പാനാണ്. ചീരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ആനോയും ചീരനും കൂടി ലിസ്ബണിലേക്ക് പോവുകയാണ്. മാനുവൽ രാജാവ് ഇത് ലിയോ 10 എന്ന് പറയുന്ന പോപ്പിന് സമ്മാനമായി നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനൊരു ആനക്കുട്ടിയെ കൊണ്ടുപോകുന്നത്. ഈ ആനക്കുട്ടിയുടെ നിറം ഒരു വെളുത്ത നിറമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുള്ള ഒരു ആനക്കുട്ടി, പോപ്പിന് പ്രിയപ്പെട്ട ആനക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആനോയ്ക്കും അതുപോലെ ചീരനും ഒരു പ്രത്യേക പരിഗണനയൊക്കെ ലഭിക്കുന്നുണ്ട്. വളരെ രസകരമായ കുറേ മുഹൂർത്തങ്ങളുണ്ട്. കാരണം കേശവൻ എന്ന് പറയുന്ന ആനയുടെ ബുദ്ധിസാമർഥ്യങ്ങളും അവൻ ആളുകളുമായിട്ട് ഇടപഴകുന്ന രീതിയും, അതുപോലെ തന്നെ 7-8 മാസത്തോളം അവർ കടലിൽ ലിസ്ബണിലെത്തുന്ന, കൊച്ചിയിൽ നിന്നുള്ള കടൽ യാത്രയാണ് ലിസ്ബണിലേക്ക്. വളരെ വലിയൊരു യാത്രയായിരുന്നു അത്. അതിനകത്ത് വരുന്ന ഒരുപാട് രസകരമായ സംഭവങ്ങളും നമുക്ക് വളരെയധികം വേദന തോന്നുന്ന കുറേ സംഭവങ്ങളും അടിമത്തം എത്രത്തോളം നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളും, അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ പുസ്തകത്താളുകളിൽ മാത്രം നമ്മൾ വായിച്ചിട്ടുള്ള അൽബുക്കർക്ക്, അൽമേഡ തുടങ്ങിയ വൈസ്രോയികൾ, പോർച്ചുഗീസിൻ്റെ സർവ്വ സൈന്യാധിപന്മാർ വരുന്നത് നമുക്കറിയാം. അവരുടെ ഉള്ളിൽ അവരെ കുറേ കഥകളുണ്ട്. അവർക്കുള്ളിൽ അവർ ഈ രാജാവിൻ്റെ ചതികളിൽ പെടുന്നതും അവരുടെ കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്കൽ ആഞ്ചലോ, അതുപോലെ തന്നെ പിക്കാസോ പോലുള്ള കുറേ ഒരുപാട് ചരിത്രത്തിലുള്ള വളരെ മഹത് വ്യക്തികളുണ്ടല്ലോ, ചിത്രകാരന്മാരെ കുറിച്ചിട്ട്, റോമിലെ ഒരുപാട് മഹത് വ്യക്തികളെ കുറിച്ചിട്ട്, അങ്ങനെ ഒരുപാട് കുറേ ചരിത്രവും കാൽപ്പനികത ഏതാ ചരിത്രം ഏതാന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം GR ഇന്ദുഗോപൻ്റെ കുറേ കാൽപ്പനികതകൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും നമുക്കത് എവിടെയാണെന്നൊന്നും മനസ്സിലാവില്ല. വളരെ രസകരമായിട്ടും ഞാൻ പെട്ടെന്ന് വായിച്ച് തീർത്ത ഒരു നോവലാണ്. അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നോവലാണ്. നമ്മൾ ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾ, ചരിത്രത്തിൻ്റെ താളുകളൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ ഇഷ്ടമുള്ള ഒരാളുകൾക്ക് പെട്ടെന്ന് വായിച്ചെത്താൻ പറ്റിയൊരു നോവലാണ്. തുടക്കക്കാർക്ക് എനിക്ക് തോന്നുന്നില്ല അത് ഇഷ്ടപ്പെടുമെന്ന്. തുടക്കത്തിലുള്ള ഒരാൾക്ക് ഒരിക്കലും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കുറച്ച് നല്ല രീതിയിൽ വായന ഇഷ്ടമുള്ള ആളുകൾക്കാണ് ഈ നോവൽ ഇഷ്ടപ്പെടാൻ സാധ്യത. കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പം അതൊക്കെ ഓർത്ത് വെച്ച് വായിക്കാൻ പറ്റിയൊരു നല്ലൊരു രസകരമായൊരു നോവലാണിത്. ഇതിലെ കേശവൻ എന്ന് പറയുന്ന കേശവൻ ആന പോർച്ചുഗീസുകാരുടെ ഭാഷയിൽ ആനോ ആവുകയാണ്. അവനും ചീരനും ലിസ്ബണിൽ നിന്നിട്ട് നമ്മുടെ കോഴിക്കോടുള്ള നമ്മളോട് കഥ പറയുന്ന ഒരു രീതിയാണിത്. എനിക്കൊരുപാട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ വളരെ നല്ല പുസ്തകമാണിത്. എൻ്റെ വായനയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.